ചൈനയെ മറികടന്ന് 146 കോടിയുമായി ഇന്ത്യ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണെങ്കിലും പ്രത്യുൽപാദന നിരക്ക് 1.9 കുറഞ്ഞുവെന്ന് UN ജനസംഖ്യാ റിപ്പോർട്ട്. അടുത്ത 40 വർഷത്തേക്ക് ജനസംഖ്യ കൂടുമെങ്കിലും അതിനുശേഷം ജനസംഖ്യാ വർധനവ് സ്തംഭിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സ്ത്രീകൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളായതും ഗർഭ നിയന്ത്രണ മാർഗങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാൻ പ്രാപ്തരായതുമാണ് പ്രത്യുൽപാദന നിരക്ക് കുറയാൻ കാരണം. ഒരു സ്ത്രീക്ക് തന്റെ ആയുസ്സിൽ ജനിക്കുന്ന ആകെ കുട്ടികളുടെ എണ്ണം സൂചിപ്പിക്കുന്നതാണ് TFR. അടുത്ത 40 വർഷം കൊണ്ട് ജനസംഖ്യ ഉയരുമെങ്കിലും അതിനുശേഷം ഒരു സ്തംഭനാവസ്ഥയിൽ, അതായത് 170 കോടി വരെ ഉയരാമെങ്കിലും അതിനുശേഷം ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ അടിസ്ഥാന ജനസംഖ്യ വളരെ കൂടുതലായതിനാൽ അതേ ജനസംഖ്യ നിലനിർത്തേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ജനസംഖ്യ കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ബീഹാറിൽ 3, മേഘാലയ 2.9, ഉത്തർപ്രദേശ് 2.7, ഇതൊക്കെയാണ് പ്രത്യുൽപാദന നിരക്ക് കൂടിയ സംസ്ഥാനങ്ങൾ. കേരളത്തിൽ 1.5 പ്രത്യുൽപാദന നിരക്ക്. നമ്മൾ എന്നാൽ ഇതിൽ ഒന്നാം സ്ഥാനത്തല്ല. എപ്പോഴും നമ്പർ 1 കേരളം എന്ന് പറയുന്ന പോലെ നമ്മൾ വെറും 3-ാം സ്ഥാനത്താണ്. നമുക്ക് മുമ്പുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാടും ഡൽഹിയുമാണ്. അവിടെ 1.4 മാത്രമാണ് പ്രത്യുൽപാദന നിരക്ക്. അപ്പോൾ നമുക്ക് 1.3 എത്തിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. എന്നാൽ മലപ്പുറം പോലുള്ള കുറച്ച് ജില്ലകളും കുറച്ച് ഗോത്ര സ്വഭാവമുള്ള മനുഷ്യരും മാത്രമാണ് ഇതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത്. ഓരോ രാജ്യത്തിന്റെ അവസ്ഥ നമുക്ക് അവരുടെ പ്രത്യുൽപാദന നിരക്കുമായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ പറ്റും. ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിന്റെ അവസ്ഥ പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട ആവശ്യമില്ല. 4.7 പ്രത്യുൽപാദന നിരക്ക്. പാകിസ്ഥാനെ കുറിച്ച് പറയണോ? 3.5 അവിടുത്തെ പ്രത്യുൽപാദന നിരക്ക്. ബംഗ്ലാദേശാണ് തമ്മിൽ ഭേദം, 2.1. നേപ്പാളിൽ 1.9, ശ്രീലങ്കയിലും 1.9, ഭൂട്ടാനിൽ 1.4 ഉള്ളൂ. നമ്പർ 1 ആയിട്ടുള്ള ചൈനയിൽ പ്രത്യുൽപാദന നിരക്ക് വെറും 1. അവർ അതിലും നമ്പർ 1 തന്നെയാണ്. 1960-ൽ ഇന്ത്യയിലെ ജനസംഖ്യ 43 കോടിയായിരുന്നപ്പോൾ ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം 6 ആയിരുന്നു. കാരണം അന്ന് സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിലോ ശരീരത്തിലോ ഒന്നും യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. അന്ന് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നത് 4-1 പേർ മാത്രമായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അന്ന് നന്നേ കുറവായിരുന്നു. ഇന്ന് ആ അവസ്ഥയെല്ലാം മാറി. സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടി. അതിന്റെ മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. ഇടയ്ക്കൊരു ചൊല്ലുണ്ടായിരുന്നു, കുറച്ച് അന്ധവിശ്വാസികൾ പാടി പുകഴ്ത്തുന്നത്, വാകീറിയ ദൈവം വയറു നിറയ്ക്കാനും തരുമെന്ന്. അതിന്റെ സാക്ഷ്യപത്രമാണ് ഇന്ത്യ എന്ന രാജ്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ ദൈവങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യവുമാണ് ഇന്ത്യ. എവിടെ പോയി ആ ദൈവങ്ങളൊക്കെ?